നമസ്കാരം. വാർത്തകൾ വിശദമായി. നമ്പിനാരായണന് പത്മഭൂഷൺ കൊടുത്തതിനെതിരെ ബി.ജെ.പി. പാളയത്തിൽ നിന്ന് തന്നെ കടന്നാക്രമണം. ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്ന മുൻ ഡി.ജി.പി. ടി.പി. സെൻകുമാർ നമ്പിനാരായണനെതിരെ കടുത്ത ആരോപണങ്ങളുമായി വാർത്താസമ്മേളനം വിളിച്ചു. നമ്പിനാരായണൻ കുറ്റവിമുക്തനായിട്ടില്ല എന്നും പുരസ്കാരം അമൃതിൽ വിഷം വീണതുപോലെയാണ് എന്നുമാണ് ആരോപണം. അടുത്ത വർഷം ഗോവിന്ദചാമിക്കും മറിയം റഷീദയ്ക്കും പത്മ നൽകുമോ എന്നും സെൻകുമാർ ചോദിച്ചു. സെൻകുമാർ പറയുന്നതെല്ലാം അബദ്ധങ്ങളാണെന്നായിരുന്നു നമ്പിനാരായണന്റെ മറുപടി. എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ആ ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരനുള്ള അവകാശം ഉപയോഗിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി തന്നെ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിരിക്കെ അതിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാനിരിക്കെ ഒരു നടപടി എടുത്തത് തീർച്ചയായിട്ടും അമൃതിൽ വിഷം ചേർത്ത ഒരു രീതിയായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ നമ്പിനാരായണന് പത്മഭൂഷൺ ലഭിക്കുമ്പോൾ അത് രാജ്യം മാപ്പ് പറഞ്ഞതുപോലൊരു വികാരമാണ് ഉണ്ടാക്കിയത്. കാൽ നൂറ്റാണ്ട് മുഴുവൻ ചാരനെന്ന് മുദ്രകുത്തി വേട്ടയാടിയ ആളോട് രാജ്യം ചോദിച്ച ക്ഷമാപണം. പക്ഷേ ഇന്ന് നേരം പുലർന്നതോടെ വികാരം മാറുകയാണ്. ബി.ജെ.പി. പാളയത്തിൽ അടുത്ത കാലത്തെത്തിയ ടി.പി. സെൻകുമാറാണ് പതിറ്റാണ്ടുകൾ പഴകിയ വൈരം അടങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയത്. കടുത്ത വാക്കുകളായിരുന്നു സെൻകുമാർ ഉപയോഗിച്ചത്. ഈ വർഷം വിട്ടുപോയ മറിയം റഷീദയ്ക്ക് പത്മവിഭൂഷൺ തന്നെ കിട്ടുമോ എന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. ഈ വർഷം വിട്ടുപോയതാണ്. ISROയിൽ നടന്ന കാര്യങ്ങൾ കോടതി പരിശോധിച്ച് കഴിഞ്ഞിട്ടില്ലെന്നാണ് സെൻകുമാറിന്റെ വാദം. സെൻകുമാറിന്റെ ആരോപണത്തിന് കടുത്ത ഭാഷയിലാണ് നമ്പിനാരായണന്റെ മറുപടി. ചാരക്കേസ് ഉണ്ടാക്കുന്നതിനായി ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതിയാണ് സെൻകുമാർ. ഞാനൊരു 1 കോടി രൂപയുടെ കോമ്പൻസേഷൻ സൂട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മിസ്റ്റർ സെൻകുമാർ ഒരു പ്രതിയാണ്. നമ്പിനാരായണൻ എന്തു ചെയ്തിട്ടാണ് പുരസ്കാരം നൽകിയതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെ. ചോദ്യങ്ങളെല്ലാം ചോദിക്കേണ്ട സ്ഥലം അതാണ്. അവിടെ വേണം ചെന്ന് ചോദിക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കുന്നതിൽ ഒരു കാര്യം ഉണ്ടാവും, ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു നമ്പിനാരായണന്. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കെന്താ കുഴപ്പം? രാഷ്ട്രപതി പ്രഖ്യാപിച്ച പുരസ്കാരത്തിനെതിരെ സെൻകുമാർ രംഗത്തു വന്നത് ബി.ജെ.പി. ക്യാമ്പിനെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന DGP പദവിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് മുതൽ പ്രധാനമന്ത്രിക്കും ബി.ജെ.പിക്കും അനുകൂലമായ പരസ്യ നിലപാടാണ് സെൻകുമാർ സ്വീകരിച്ചിരുന്നത്. ശബരിമല കർമ്മസമിതിയുടെ അമരത്തും സെൻകുമാർ ഉണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. അതേസമയം നമ്പിനാരായണന്റെ പേര് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത് ചേരുന്നു. സജിത്ത്, ഈ ഗോവിന്ദചാമിയോടൊക്കെ ഉദാഹരണമാക്കുക എന്ന് വെച്ചാൽ അങ്ങേറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമല്ലേ? ഇത്ര കടുത്ത ആക്ഷേപത്തിലേക്ക് ഈ സെൻകുമാർ പോയത് എന്തുകൊണ്ടാണ്? സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സെൻകുമാറിന്റെ നീക്കം അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നാണ് പൊതുവിലുണ്ടായിരിക്കുന്ന വിലയിരുത്തൽ. കാരണം ആ തരത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് രാജ്യം നൽകുന്ന ഒരു ആദരവായി പൊതുവിൽ വിലയിരുത്തപ്പെട്ട ശേഷമാണിപ്പോൾ സെൻകുമാർ, സംസ്ഥാനത്തെ മുൻ DGP കൂടിയാണ്, ഈ തരത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ സെൻകുമാർ നിലവിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നുകൂടിയായി ഇത് മാറുകയാണ്. കാരണം നമ്പിനാരായണനെ പീഡിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റിൽ സെൻകുമാറിൻ്റെ പേരുമുണ്ട്. സെൻകുമാർ ഭാവിയിലേക്ക് ലക്ഷ്യമിടുന്ന പല രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അതൊരു വെല്ലുവിളിയാകുന്നു എന്നൊരു സാഹചര്യം കൂടി ഇതിൽ ഉണ്ട് എന്നതാണ് നമ്പിനാരായണനുമായി അടുത്ത അല്ലെങ്കിൽ മറ്റ് നിയമവൃത്തങ്ങളും സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ സെൻകുമാർ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലെന്നും ഇവർ പരിശോധിക്കുന്നു. കാരണം ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട സമിതി അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയാണ്. മറിച്ച് സെൻകുമാർ സൂചിപ്പിക്കുന്ന പോലെയുള്ള ഈ കേസിന്റെ പുനഃപരിശോധനയൊന്നും ഈ സമിതിയുടെ പരിഗണനയ്ക്ക് പോലും വരുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ സത്യവിരുദ്ധമായ കാര്യങ്ങൾ സെൻകുമാർ പ്രചരിപ്പിക്കുന്നു എന്ന കൃത്യമായ ഒരു വിലയിരുത്തൽ നിയമവൃത്തങ്ങൾ തന്നെ നൽകുന്നുണ്ട്. ആ തരത്തിലും സെൻകുമാറിന്റെ നീക്കങ്ങൾ ഏറെ വിവാദത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്പിനാരായണന്റെ പേര് ശുപാർശ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് നിന്നല്ല. സംസ്ഥാനത്ത് നിന്ന് നൽകിയ പട്ടികയിൽ സെൻകുമാറിന്റെ പേരില്ല എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൻകുമാർ സൂചിപ്പിച്ചത് സംസ്ഥാനത്ത് നിന്നുള്ള ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം പരിഗണിച്ചു എന്നൊരു ധാരണ പൊതുവിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അത് തെറ്റാണ് എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ സംസ്ഥാനത്ത് നിന്നുള്ള ശുപാർശയോ അല്ല
നമ്പിനാരായണന്റെ പേര് പരിഗണിക്കപ്പെടുന്നതിനുള്ള കാരണം. അതേസമയം സംസ്ഥാനത്ത് നമ്പിനാരായണന് പ്രത്യേക ആദരം ഉറപ്പുവരുത്തിയിരുന്നു. അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നഷ്ടപരിഹാര തുക സംസ്ഥാനം കൈമാറി അദ്ദേഹത്തിന് പ്രത്യേക ആദരം നൽകിയിരുന്നു. ആ തരത്തിലൊക്കെ ആദരിക്കപ്പെട്ടയാളാണ്. പക്ഷേ സംസ്ഥാനത്തു നിന്നുള്ള ശുപാർശയിൽ സെൻകുമാറിന്റെ പേര് ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്പിനാരായണന്റെ പേരുണ്ടായിരുന്നില്ല. സെൻകുമാർ ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിനാണ് ലക്ഷ്യമിടുന്നത്. ഇത് BJP ക്യാമ്പുകളിലടക്കം വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ എടുത്തൊരു തീരുമാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ആ ചേരിക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കൂടി നടത്തിയിരിക്കുന്ന നീക്കം. എന്തായാലും BJPയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു ആശയക്കുഴപ്പവും സെൻകുമാറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നന്ദി സജിത്ത് വിവരങ്ങൾക്ക്. മറ്റ് വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ കേരളത്തിലെ സ്ഥാനാർത്ഥികളാകുമെന്ന വാർത്ത തള്ളി CPM. മത്സരിക്കാൻ ഇവിടെ തന്നെ നേതാക്കളുണ്ടെന്നും കേന്ദ്ര നേതാക്കൾ മത്സരിക്കില്ലെന്നും പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള പറഞ്ഞു. കേരളത്തിൽ മുന്നണി നില മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ എന്നിവരിലൊരാൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹം. കാരാട്ടിനെ പാലക്കാട്ടും വിജു കൃഷ്ണനെ കണ്ണൂരിലും പരിഗണിക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു. വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. 2-3 ആഴ്ചക്കാലത്തേക്ക് കൂടി ഇത്തരം ഊഹാപോഹങ്ങൾക്ക് മാർക്കറ്റുണ്ട്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് കേന്ദ്രവും ചർച്ച ചെയ്തിട്ടില്ല, കേരളത്തിലും ചർച്ച ചെയ്തിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും കോൺഗ്രസിന്റെ അവസരവാദ നിലപാടുകളും തന്നെയാകും പ്രധാന പ്രചരണ വിഷയം. ശബരിമല വിഷയത്തിലും പ്രളയവും നിപയും ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും സർക്കാരിന്റെ മികച്ച പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. കോൺഗ്രസുമായി ദേശീയതലത്തിൽ സഖ്യത്തിന് പ്രസക്തിയില്ലെന്നും SRP. ഇന്നിപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു സഖ്യത്തിനൊന്നും ഇന്ന് സാധ്യതയില്ല, പ്രസക്തിയില്ല. പല പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുമാണ്. ചില പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളായിട്ട് കോൺഗ്രസുമായി ചേരുന്നതിന് പോലും തയ്യാറല്ല. ദേശീയ നേതാക്കൾ മത്സരിക്കില്ലെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയെ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗവും ദളിത് ശോഷൺ മുക്തി മഞ്ച് ദേശീയ പ്രസിഡന്റുമായ K. രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് മത്സരിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്കും കണ്ണൂരിൽ ഒരവസരം കൂടി നൽകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KN ബാലഗോപാൽ, P. രാജീവ് എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകും. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കേന്ദ്ര നേതാക്കൾ മത്സരിക്കുമെന്നത് അഭ്യൂഹം മാത്രമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പാർട്ടി ഇക്കാര്യം ആലോചിച്ചിട്ടില്ല. സംസ്ഥാനത്ത് മത്സരം UDF-ഉമായാണ്. മോദി ഭരണകാലത്ത് വായു പോലും സ്വകാര്യവൽക്കരിച്ചെന്നും യെച്ചൂരി പറഞ്ഞു. കേന്ദ്രത്തിൽ തൂക്കുസഭയും കേരളത്തിൽ LDF-ന് തിരിച്ചടിയും പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ കാര്യമാക്കുന്നില്ല എന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. But the point is that this is an issue that we have not been discussed at all in our committees at any level. So I don't know where this is emanating from. There is no such discussion that took place either in the Politburo or the Central Committee so far. Which survey said that the BJP will lose in Madhya Pradesh, Rajasthan and Chhattisgarh? So surveys are surveys. They'll be there. കോട്ടയത്തിന് പകരം സീറ്റ് ഇടതുമുന്നണിയോട് ആവശ്യപ്പെടാൻ ജനതാദൾ-എസിന്റെ തീരുമാനം. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമാണ് ജനതാദളിന്റെ കണ്ണ്. മുന്നണിയിൽ തിരിച്ചെത്തിയ ലോക് താന്ത്രിക് ജനതാദളും നവാഗതരായ ജനാധിപത്യ കേരള കോൺഗ്രസും സീറ്റ് ആവശ്യവുമായി രംഗത്തുണ്ട്. 15 സീറ്റിൽ CPM, 4 CPI, 1 സീറ്റ് ജനതാദൾ എസിന്. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം. ജനതാദളിന് ലഭിച്ച കോട്ടയത്ത് മത്സരിച്ചത് മാത്യു ടി തോമസ്. ഇത്തവണ കോട്ടയം CPM ഏറ്റെടുക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയോ തിരുവനന്തപുരമോ ആവശ്യപ്പെടാനാണ് ജനതാദളിന്റെ തീരുമാനം. പത്തനംതിട്ട ലഭിച്ചാൽ മാത്യു ടി തോമസ് സ്ഥാനാർത്ഥിയാകും. തിരുവനന്തപുരത്ത് മുൻ MP കൂടിയായ നീലലോഹിതദാസൻ നാടാരുടെ പേരാണ് പരിഗണനയിൽ. CPI സ്ഥിരമായി തോൽക്കുന്ന സീറ്റിൽ നീലൻ വന്നാൽ വിജയിക്കാനാകുമെന്നാണ് ജനതാദളിന്റെ അവകാശവാദം. മുന്നണിയോട് സീറ്റ് ആവശ്യപ്പെടാൻ കഴിഞ്ഞ ആഴ്ച ചേർന്ന പാർട്ടി സംസ്ഥാന നേതൃയോഗമാണ് തീരുമാനിച്ചത്. കോഴിക്കോടിൽ കലഹിച്ച് മുന്നണി വിട്ട ശേഷം തിരിച്ചെത്തിയ ലോക് താന്ത്രിക് ജനതാദളും അവകാശവാദവുമായി രംഗത്തുണ്ട്. പാർട്ടിക്ക് സ്വാധീനമുള്ള കോഴിക്കോടോ വടകരയോ ആണ് അവരുടെ ആവശ്യം. പത്തനംതിട്ട അല്ലെങ്കിൽ കോട്ടയം, ഇതാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആവശ്യം. ഇടുക്കിയിൽ സിറ്റിംഗ് MP ജോയ്സ് ജോർജ് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായതിനാലാണ് അവർ ഇടുക്കി ചോദിക്കാത്തത്. ഫ്രാൻസിസ് ജോർജിനെ പത്തനംതിട്ടയിലോ കോട്ടയത്തോ സ്ഥാനാർത്ഥിയാക്കിയാൽ മധ്യ തിരുവിതാംകൂറിലും മറ്റു ക്രൈസ്തവ സ്വാധീന മേഖലകളിലും മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണി പിന്തുണച്ചത് കോൺഗ്രസ് നേതാവ് ഫിലിപ്പോസ് തോമസിനെയായിരുന്നു. കോട്ടയവും CPM സീറ്റല്ല. അതിനാൽ ഇതിലേതെങ്കിലും ഒന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. ന്യൂസ് 18 തിരുവനന്തപുരം.
CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ DCP ചൈത്ര തെരേസ ജോണിനെതിരെ നടപടിക്ക് സാധ്യത. DCPയുടെ നടപടിയിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് മേധാവിയോട് വിശദീകരണം തേടി. അതേസമയം DCPയുടെ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന ചൈത്രയെ വിമൻസ് സെല്ലിലേക്ക് തിരിച്ചയച്ചു. മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കല്ലേറ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു വ്യാഴാഴ്ച CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ DCP ചൈത്ര തെരേസ ജോൺ പരിശോധന നടത്തിയത്. 50ഓളം വരുന്ന പ്രതികളിൽ ചിലർ CPM ഓഫീസിലുണ്ടെന്ന ധാരണയിലായിരുന്നു പരിശോധന. നേതാക്കൾ തടഞ്ഞെങ്കിലും ചൈത്ര തെരേസ ജോൺ റെയ്ഡിന് നിർബന്ധം പിടിക്കുകയായിരുന്നുവെന്ന് പാർട്ടി നേതൃത്വം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര വകുപ്പ് വിശദീകരണം ചോദിച്ചത്. തിരുവനന്തപുരം DCP ആദിത്യ ശബരിമല ഡ്യൂട്ടിക്ക് പോയ ഒഴിവിലാണ് വിമൻസ് സെൽ SP ആയ ചൈത്ര തെരേസ ജോൺ DCPയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുത്തത്. സംഭവത്തിന് പിന്നാലെ വുമൻസ് സെല്ലിലേക്ക് ചൈത്ര തെരേസ ജോണിനെ മടക്കി അയച്ചു. പോക്സോ കേസിൽ ഉൾപ്പെട്ട 2 പ്രതികളെ കാണാൻ അനുവദിച്ചില്ല എന്ന ആരോപണം ഉന്നയിച്ചായിരുന്നു DYFI പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞത്. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് അരികെ അത്യപൂർവമായ തിരുത്തലുകൾ ഒഴിച്ചു നിർത്തിയാൽ പൊന്നാനിക്കും മലപ്പുറത്തിനും പേര് ഇടത് കേറാമല എന്നാണ്. പക്ഷേ ഇത്തവണ LDF 2 അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ കാര്യമെങ്ങനെയാകും? പൊന്നാനിയിൽ അട്ടിമറി ജയവും മലപ്പുറത്ത് അഭിമാനമുയർത്തുന്ന പോരാട്ടവുമാണ് ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത്. ആര് വന്നാലും കുലുങ്ങില്ല എന്ന് പറയുന്ന ലീഗും പക്ഷേ കരുതലോടെയാണ് നീങ്ങുന്നത്. മലപ്പുറം ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ഇതുവരെ ജയിച്ചിട്ടുള്ളത് 4 തവണ മാത്രം. 1962, 67, 71 വർഷങ്ങളിൽ പൊന്നാനിയിലും 2004 മഞ്ചേരിയിലും. 2014 പൊന്നാനിയിൽ ഇടതു സ്വതന്ത്രനായ V. അബ്ദുറഹ്മാൻ ET മുഹമ്മദ് ബഷീറിനെ വിറപ്പിച്ചു. ഭൂരിപക്ഷം 82,784 നിന്നും 25,140 ചുരുക്കാൻ സാധിച്ചു. ഇത്തവണ മികച്ച പോരാട്ടം കാഴ്ചവെക്കുകയല്ല, ഏതു വിധേനയും ജയിച്ചു കയറുകയാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക. അത് ചിലപ്പോൾ ചിഹ്നത്തിലായിരിക്കാം, ചിലപ്പോൾ സ്വതന്ത്രനായിരിക്കാം. INL മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് മലപ്പുറം മണ്ഡലത്തിൽ മാത്രമേ സാധിക്കൂ എന്നാണ് CPM നിലപാട്. ഇടതുപക്ഷത്തിന് മികച്ച അടിത്തറയുള്ള പൊന്നാനി മണ്ഡലത്തിൽ ലീഗിന് മുട്ടുകുത്തിക്കുകയാണ് CPMന്റെ പ്രഖ്യാപിത ലക്ഷ്യം. മന്ത്രി KT ജലീൽ, താനൂർ MLA V. അബ്ദുറഹ്മാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിൽ CPI പിന്തുണയോടെ സ്വതന്ത്രമായി മത്സരിച്ച ഇപ്പോൾ സിഡ്കോ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന നിയാസ് പുളിക്കലകത്ത് തുടങ്ങിയവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ മുൻനിരയിലുള്ളത്. 2009 CPIയിൽ നിന്നും പൊന്നാനി സീറ്റ് ഏറ്റെടുത്തത് മുതൽ ലീഗിനെ തോൽപ്പിക്കാൻ സ്വതന്ത്രയെ മുൻനിർത്തിയാണ് CPM പോരാട്ടം നടത്തുന്നത്. അന്ന് PDP പിന്തുണയോടെ മത്സരിച്ചതിന് CPM നൽകിയ വില വളരെ വലുതായിരുന്നു. ഇക്കുറിയും മലപ്പുറത്തേക്കാൾ CPM ശ്രദ്ധ വയ്ക്കുന്നത് 71 കൈവിട്ട പൊന്നാനി തിരിച്ചുപിടിച്ച് ചരിത്രം കുറിക്കാനാണ്. മലപ്പുറത്തു നിന്നും CB അനുമോദ്, ന്യൂസ് 18. രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യയുടെ സൈനിക കരുത്തും പ്രൗഢിയും വിളിച്ചോതി രാജ്യം 70ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. രാജ്പഥിൽ രാഷ്ട്രപതി പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ ആയിരുന്നു മുഖ്യാതിഥി. കനത്ത സുരക്ഷയിലായിരുന്നു 70ാമത് റിപ്പബ്ലിക് ദിനാഘോഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമനും സൈനിക മേധാവികളും അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിച്ചു. ദക്ഷിണാഫ്രിക്ക പ്രസിഡന്റ് സിറിൽ റഫാമോസ മുഖ്യാതിഥിയായ ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സല്യൂട്ട് സ്വീകരിച്ചു. ഇന്ത്യയുടെ സൈനിക ശേഷിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു പരേഡ്. നാവികസേനയുടെ പരേഡ് മലയാളിയായ ലഫ്റ്റനന്റ് അംബിക സുധാകരനാണ് നയിച്ചത്. നേതൃത്വം ലഫ്റ്റനന്റ് കമാൻഡർ അംബിക സുധാകരൻ कर रही है. റെയിൽവേ സുരക്ഷാ സേനയെ നയിച്ചത് തിരുവനന്തപുരം സ്വദേശി അസിസ്റ്റന്റ് കമാൻഡർ ജിതിൻ ബി രാജ് ആയിരുന്നു. വ്യോമാഭ്യാസ പ്രകടനത്തിൽ ഫ്ലൈയിംഗ് ഓഫീസർ രാഖി രാമചന്ദ്രനും അണിനിരന്നു. നിശ്ചല ദൃശ്യങ്ങളിൽ കേരളത്തിന്റെ പങ്കാളിത്തമില്ലായിരുന്നുവെങ്കിലും പ്രളയകാലത്തെ അതിജീവനമായിരുന്നു നാവികസേനയുടെ ടാബ്ലോ.
KP അഭിലാഷ്, News 18, ഡൽഹി. ജനജീവിതം ദുസ്സഹമാക്കുന്ന അക്രമസമരങ്ങളും ഹർത്താലുകളും ഇനിയും ഉൾക്കൊള്ളണമോ എന്ന കാര്യത്തിൽ ആത്മപരിശോധന നടത്തണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് രാഷ്ട്രീയ ഐക്യം അനിവാര്യമാണെന്നും അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ റിപ്പബ്ലിക് ദിന പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. രാവിലെ 8:30 സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് പരിശോധിച്ച് മാർച്ച് പാസ്റ്റിനെ അഭിവാദ്യം ചെയ്തു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ ഐക്യം അനിവാര്യമാണെന്നും അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ അക്രമസമരങ്ങളും ഹർത്താലുകളും തുടരണോ എന്നതിൽ ആത്മപരിശോധന നടത്തണം. And frequent hartals that disrupt normal life and lower the image of our state. നിയമസഭയിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പതാക ഉയർത്തി. കണ്ണൂരിൽ മന്ത്രി ഇ പി ജയരാജനും കോഴിക്കോട് എ കെ ശശീന്ദ്രനും എറണാകുളത്ത് എ സി മൊയ്തീനും പാലക്കാട് എ കെ ബാലനും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കൊല്ലത്ത് ജെ മേഴ്സിക്കുട്ടിയമ്മയും മലപ്പുറത്ത് കെ ടി ജലീലും പത്തനംതിട്ടയിൽ കടകംപള്ളി സുരേന്ദ്രനും തൃശൂരിൽ ബി എസ് സുനിൽകുമാറും സല്യൂട്ട് സ്വീകരിച്ചു. ഏഴിമല നാവികസേന ആസ്ഥാനത്തും കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തും ദേശീയ പതാക ഉയർത്തി. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. എഴുത്തുകാരി ഗീത മേത്ത പത്മശ്രീ പുരസ്കാരം നിരസിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുരസ്കാര പ്രഖ്യാപനം തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് ഗീത മേത്ത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എന്നാൽ തന്നെ തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ സഹോദരിയാണ് ഗീത. 35 ദിവസം നീണ്ടുനിന്ന യുഎസിലെ ട്രഷറി സ്തംഭനം അവസാനിച്ചു. ട്രഷറി ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെയാണ് പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിച്ചത്. US മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്നതിനുള്ള പണം കോൺഗ്രസ് നൽകാത്തിടത്തോളം ബില്ലുകളിൽ ഒപ്പുവെക്കില്ല എന്നാണ് ട്രംപ് മുൻപ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സാധാരണക്കാരായ സർക്കാർ ജീവനക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ട്രഷറി സ്തംഭനം ഒഴിവാക്കുന്നത് എന്ന് ട്രംപ് വ്യക്തമാക്കി. അടുത്ത മാസം 15 വരെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനുള്ള ബില്ലുകളിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. മതിൽ പണിയുന്നതിന് പണം അനുവദിക്കാത്ത പക്ഷം രാജ്യത്ത് വീണ്ടും ട്രഷറി സ്തംഭനം ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. വാർത്തകൾ തുടരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക്. ദുരിതബാധിതരുടെ അമ്മമാർ ജനുവരി 30 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല പട്ടിണി സമരം നടത്തും. 31 മുതൽ ദയാബായി നിരാഹാര സമരം തുടങ്ങുമെന്നും ജനകീയ മുന്നണി അറിയിച്ചു. എൻഡോസൾഫാൻ ഇരകളുടെ പുനരധിവാസവും ചികിത്സയും വലിയ ബാധ്യതയാകുന്ന സാഹചര്യത്തിലാണ് ദുരിതബാധിതർ വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം നടത്തും. 14 ആവശ്യങ്ങളാണ് മുന്നണി ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് അർഹരായ മുഴുവൻ ആളുകൾക്കും ഈ പറയുന്ന പട്ടികയിൽ വരാനുള്ള അവസരം ഉണ്ടാക്കണം. എന്നിട്ട് അവർക്ക് ചികിത്സയും മറ്റ് സഹായങ്ങളും നൽകണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. ഇരകളുടെ ചികിത്സയ്ക്കും മറ്റുമുള്ള ചിലവ് കുടുംബങ്ങൾക്ക് താങ്ങാനാകുന്നില്ല. വിദഗ്ധ ചികിത്സ അനുവദിക്കണമെന്നുള്ള സുപ്രീം കോടതി വിധി പോലും നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയത്തിൽ പ്രതിഷേധിച്ചുകൂടിയാണ് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. മുൻ സർക്കാരുകൾ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും സമരസമിതി ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാനത്ത് സ്വർണ്ണത്തിന് റെക്കോർഡ് വില. ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില ഗ്രാമിന് 3050 രൂപയായി. പവന് 24,400 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 3030 രൂപയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡ് വില. രാജ്യാന്തര വിപണിയിലെ വിലവർധനയാണ് സംസ്ഥാനത്തും വില കൂടാൻ കാരണമായത്. സ്വർണ്ണാഭരണ വ്യവസായ മേഖലയിലെ നികുതി വെട്ടിപ്പും കള്ളക്കടത്തും തടയണമെന്ന ആവശ്യവുമായി കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി. GSTയിൽ ഒരു വർഷം 40,000 കോടി രൂപയുടെ വ്യാപാരം നടക്കുമ്പോൾ അനധികൃതമായി 2 ലക്ഷം കോടിയുടെ ഇടപാടാണ് നടക്കുന്നത്. 6,000 കോടി രൂപയുടെ നികുതി നഷ്ടം ഇതുവഴി ഉണ്ടാകുന്നുണ്ട്. അനധികൃത മേഖലയെ തളയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടണമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും മലബാർ ഗ്രൂപ്പ് ചെയർമാനുമായ MP അഹമ്മദ് പറഞ്ഞു. നികുതി മിനിമൈസ് ചെയ്യുക, നികുതി വെട്ടിപ്പ് ഒഴിവാക്കുക. ഏത് രാജ്യം നികുതി വെട്ടിപ്പില്ലോ ആ രാജ്യത്തിന് പുരോഗതിയുണ്ട്. ഇവിടെ നികുതികൾ കൂട്ടി വെക്കുന്തോറും നികുതി വെട്ടിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു പാരലൽ ബിസിനസ്സായിട്ട് കാണുന്നു. അതിൽ ഒരുപാട് ആൾക്കാർക്ക് പങ്കുണ്ട്. ഇവിടെ ഇപ്പം കേരളത്തിൽ സെസ്സൊന്നും വേണ്ട, ഒരു സാധനത്തിനും വേണ്ടിയില്ല. അൺഅക്കൗണ്ട് ബിസിനസ് പിടിച്ചാൽ തന്നെ യഥാർത്ഥ നികുതി പൂർണ്ണമായിട്ടും കിട്ടും. GST വന്നതിന് ശേഷം GST പരിശോധിച്ചത് എത്ര എണ്ണം പരിശോധിച്ചു, എത്ര എണ്ണം പിടിച്ചു. GST കൃത്യമായിട്ട് ഈടാക്കിയാൽ തന്നെ സർക്കാരിന് ആവശ്യത്തിലധികം നികുതി പിരിക്കും, നികുതി കിട്ടുകയും ചെയ്യും. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ.
ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനതല സമിതികൾ രൂപീകരിക്കുന്നു. റീജിയണൽ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് പകരമാണ് സംസ്ഥാനതല സമിതികൾ. അടുത്ത മാസം 15 മുതൽ ഇത് നിലവിൽ വരും. കണ്ണൂർ അഴീക്കോട് മണ്ഡലം BJP ജനറൽ സെക്രട്ടറി KN മുകുന്ദന്റെ നാറാത്ത വീടിന് നേരെ ആക്രമണം. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. ബൈക്കിലെത്തിയ അക്രമികൾ വീടിന്റെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തു. റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പതാക ഉയർത്തുന്നതിനിടെ പതാക താഴെ വീണു. ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ പതാക ഉയർത്തുമ്പോഴായിരുന്നു സംഭവം. വീണ പതാക വീണ്ടും ഗഡ്കരി ഉയർത്തി. ICICI ബാങ്ക് മുൻ മേധാവി ചന്ദ കൊച്ചാർ ഉൾപ്പെട്ട കേസിലെ CBI നടപടിയെ വിമർശിച്ച് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. CBI കേസിൽ ഉൾപ്പെട്ടവരിൽ അന്വേഷണം നടത്തുന്നതിന് പകരം ലക്ഷ്യമില്ലാതെ എല്ലായിടത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുവെന്നാണ് വിമർശനം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗം വിളിക്കാനുള്ള US-ന്റെ തീരുമാനത്തെ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ സ്വാഗതം ചെയ്തു. രാജ്യത്തെ അവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ ചിത്രം ലോകത്തിനു മുന്നിലെത്തിക്കാൻ യോഗം ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.